രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല എന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുകയാണ്. ഇന്ത്യ 40 രാജ്യങ്ങളിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസത്തിനകം LPG ഉൽപ്പാദനം 28% കൂട്ടി എന്ന് മന്ത്രി അവകാശപ്പെടുകയും ചെയ്തു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ കേന്ദ്രം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ആശങ്ക കാരണമാണ് ഇപ്പോഴത്തെ പരിഭ്രാന്തിയെന്നും ക്ഷാമം അല്ല ഇപ്പോഴത്തെ പ്രതിസന്ധിയെന്നും മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. There is no shortage of petrol, diesel, kerosene, ATF or fuel oil. The availability of petrol, diesel, aviation, turbine fuel, kerosene and fuel oil is fully assured. Retail outlets across the country are stocked and supply chains for these products are functioning normally. Additional allocation of PDS kerosene has been issued to all the states. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമമൊന്നുമില്ല എന്ന് പെട്രോളിയം മന്ത്രി പറയുമ്പോഴും പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷം തന്നെയാണ്. ബംഗളൂരുവിൽ 25% ഹോട്ടലുകളും അടച്ചിരിക്കുന്നു. 2 ദിവസത്തിനകം പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലും ഹോട്ടലുകൾ പൂർണ്ണമായും പൂട്ടേണ്ടി വരുമെന്നാണ് ഹോട്ടലുടമകൾ പറയുന്നത്. പ്രതിസന്ധിയുടെ നിഴലിൽ കേരളത്തിലെ സ്കൂളുകളും ആണ്. ആശങ്ക വേണ്ട എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വിശദമാക്കിയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും ആശങ്കകൾ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകുന്നു. ശ്രീജിത്ത്. തീർച്ചയായും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നാം നോക്കുകയാണെങ്കിൽ എല്ലാ നഗരങ്ങളിലും ഇത്തരം പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 25%-ലധികം ഹോട്ടലുകൾ ഇപ്പോൾ തന്നെ പൂട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, കേരളത്തിലേക്ക് കടക്കുകയാണെങ്കിലും കേരളത്തിലും ഇതേ ഒരു സ്ഥിതിയിലേക്ക് തന്നെയാണ് പതുക്കെ നീങ്ങുന്നത്. ഹോട്ടൽ ഉടമകളുടെ അഭിപ്രായ പ്രകാരം 2 ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ഉടനീളമുള്ള പല പ്രദേശങ്ങളിലും ഈ ഹോട്ടലുകൾ ഇനി അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. പ്രത്യേകിച്ച് കൊച്ചി നഗരമെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പല കടകളും അടഞ്ഞുകിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുൻകാലങ്ങളിൽ കൃത്യമായൊരു നിർദ്ദേശമുണ്ടായിരുന്നു. പാചകവാതകം മാത്രമേ സ്കൂളുകളിൽ ഉപയോഗിക്കാവൂ എന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശത്തെ പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുതിയൊരു ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഈ സ്കൂളുകളിൽ ഈ വിറക് അടുപ്പുകൾ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം പാലിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാൻ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത്. അങ്ങനെ നാം വിവിധ മേഖലകളിൽ, ഹോട്ടൽ മേഖല, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖല, അങ്ങനെ എല്ലാ മേഖലയിലും ഈ പ്രതിസന്ധി രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രശ്നം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്പസമയം മുൻപ് ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. ലോക്സഭയിൽ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രി കൃത്യമായി തന്നെ പറയുകയാണ്, ഈ പ്രശ്നം ഇന്ത്യയിൽ ബാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും നാം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പരിശോധിക്കുമ്പോൾ അത് വലിയ രൂക്ഷമായ പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തുടനീളം വലിയ പ്രശ്നമായി കാണാൻ കഴിയും. കേരളത്തിൽ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ 2 ദിവസത്തിനകം ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള പല ഹോട്ടലുകളും അടഞ്ഞുകിടക്കുന്ന ഒരു കാഴ്ചയിലേക്കായിരിക്കും പോകുന്നത്. ശരി. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കുറേയേറെ എണ്ണം ഇന്നലത്തോടെ അടച്ചിരിക്കുന്നു. കൊമേഴ്സ്യൽ പർപ്പസിലുള്ള പാചകവാതക വിതരണം നിലച്ചതിനാലാണ് ഇത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കവി കൂടിയായ ശൈലേന്ദ്രകുമാർ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. തുറന്ന് പ്രവർത്തിക്കുന്നവയുടെ സ്റ്റോക്ക് ഏറെക്കുറെ ഇന്നത്തോടെ തീരുമാനമാവും. നിയമവിരുദ്ധമായി വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകളുടെ കാര്യവും തഥൈവ. വീടുകളിലേക്കുള്ള സിലിണ്ടർ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോഴത്തെ പ്രതിസന്ധി. വൻ നഗരങ്ങളിൽ എണ്ണയടിക്കാൻ വാഹനങ്ങൾ നീണ്ട ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളുടെ അവസ്ഥ പ്രവചനാതീതമാവും, അല്ലെങ്കിൽ ഭാവനയുടെയൊക്കെ അപ്പുറം ആവും. യുദ്ധം വരുമ്പോൾ 2020 ഫൈനൽ കാണുന്ന ആവേശത്തോടെ പോസ്റ്റ് ഇട്ടവരും ഇസ്രയേൽ തന്തയാണ് അല്ലെങ്കിൽ ഇറാൻ തന്തയാണ് എന്ന് പറഞ്ഞ് രോമാഞ്ചം കൊള്ളുന്നവരും, ട്രംപ് എന്ന് കേൾക്കുമ്പോഴേക്കും രോമാഞ്ചം കൊള്ളുന്നവരും, മോദി ഉള്ളിടത്തോളം കാലം ഇന്ത്യയുടെ രോമത്തിൽ തൊടില്ല എന്ന് കോൾമയർ കൊള്ളുന്നവരും അടുക്കളയിലും ആമാശയത്തിലും യുദ്ധത്തിൻ്റെ പ്രതിസന്ധി അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് ശൈലൻ എഴുതിയിരിക്കുന്നത്.